കൃഷ്ണപ്രിയ 2 അനുഭവങ്ങളായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ഞാനിപ്പോ പറയുന്നുണ്ട്. കൃഷ്ണപ്രിയയോട് പറയാണ്, കൃഷ്ണപ്രിയയെ ബാക്കി ഓർമ്മിപ്പിക്കണേ എന്നെ 2 ദിവസം കഴിഞ്ഞാല്. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്. എൻ്റെ ചെറിയൊരു കൃഷ്ണാനുഭവം പറയാനാണ് ഇത് എഴുതുന്നത് കേട്ടോ. ഞാൻ PG കംപ്ലീറ്റ് ചെയ്യുന്നത് 2022-ലാണ്. പിന്നീട് 24 വരെ 2 വർഷക്കാലത്തേക്ക് ജോലിയൊന്നും ശരിയാവാണ്ട് ഒരുപാട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഫലമൊന്നും കിട്ടിയില്ല. ആ സമയത്താണ് ഞാൻ നെറ്റിൻ്റെ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 വർഷക്കാലത്തേക്ക് തന്നെ ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. നല്ല രീതിയിൽ തന്നെ പഠിച്ചു. പക്ഷേ എനിക്ക് അതൊന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ നെറ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നീട് എങ്ങനെയോ ഈ ഒരു മേഖല എന്നെ തേടി വരികയായിരുന്നു. എനിക്ക് പിന്നീട് ഒന്നുകൂടി എഴുതാമെന്ന് തോന്നിട്ടോ. ഫ്രണ്ടിനോട് ചോദിച്ചു. ആ കൂട്ടുകാരി ഒരു പരിചയക്കാരി കുട്ടിയോട് പറഞ്ഞു എനിക്ക് ബുക്സ് അറേഞ്ച് ചെയ്ത് തന്നു. ആ കുട്ടിയെ എനിക്ക് അറിയില്ല കേട്ടോ, കണ്ടിട്ടുമില്ല. വീട് എങ്ങനെ മനസ്സിലാക്കാം, എവിടെയാ അയാളുടെ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു ഗുരുവായൂർ പോയാൽ മതി, ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞിട്ട് ആളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു. ഒരുപാട് പ്രാവശ്യം നെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും വിജയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസമില്ലായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടു തന്നു. അങ്ങനെ ടെക്സ്റ്റ് ബുക്കും വെച്ചുകൊണ്ട് ഞാൻ വീട്ടിലെത്തി. പിന്നീട് ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി. ആ ബുക്കിൻ്റെ കൂടെ തന്നെ ലൈബ്രറി ബുക്കും പഠിച്ചു. പരീക്ഷ വന്നു. പരീക്ഷ ഒരുപാട് നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പരീക്ഷ കഴിഞ്ഞ് മനസ്സിലായി വിജയിക്കുകയില്ലെന്ന്. കാരണം ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് വെച്ച് കിട്ടിയിട്ടുള്ള ബുക്ക് വെച്ച് പഠിച്ചിട്ട് പോലും എനിക്ക് നേടാനുള്ള യോഗ്യതയില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആണ് യാദൃശ്ചികമായിട്ട് ആ പരീക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്ന അവസ്ഥയിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ പരീക്ഷ വരാനുണ്ടായിരുന്ന ഒരു 1.5-2 മാസ കാലയളവിൽ വീണ്ടും പഠിച്ചു. 2 മാസം കഴിഞ്ഞ് പരീക്ഷയിൽ ഞാൻ ഓരോ ആൻസർ ക്ലിക്ക് ചെയ്യുമ്പോഴും മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന് ജപിച്ച് ക്ലിക്ക് ചെയ്തു. അങ്ങനെ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തു. കൃഷ്ണൻ നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം തോന്നി. ഒരുപാട് സന്തോഷമായി. എനിക്ക് നെറ്റ് കിട്ടി. കുറേ കാലത്തെ പ്രയത്നം സഫലീകരിച്ചു. പിന്നീട് അടുത്തുള്ള വിഷമം ജോലി കിട്ടുന്നില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ടെമ്പററി ആയി ഞാൻ ജോലിക്ക് പോയിട്ടോ. പിന്നീട് വീണ്ടും വെക്കേഷനായി. ആ സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് നെറ്റ് പുരസ്കാരം കിട്ടിയത്. മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നെറ്റ് കിട്ടാൻ യോഗ്യത തന്നത് ഗുരുവായൂരപ്പനാണ്, ഗുരുവായൂരപ്പനുള്ളതാണ് ഈ അംഗീകാരം എന്ന് വിചാരിച്ച് ആ പുരസ്കാരത്തിന് എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്ന ഫോട്ടോ ഞാൻ മാറ്റി അതിനകത്ത് മഞ്ചാടിക്കുരു വെച്ച് നല്ല ഭംഗിയുള്ള ഒരു പുരസ്കാരം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. എനിക്ക് ജോലി തരാതെ പോരുത് എന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. തുടർന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും കിട്ടുമോ എന്ന് പേടിയായിരുന്നു. ഒരേ ദിവസം 2 ഇൻ്റർവ്യൂ വന്നിരുന്നു. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ പോയെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് വിഷമിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇൻ്റർവ്യൂ റിസൾട്ട് വന്നു. 1-ാം സ്ഥാനത്ത് ഞാൻ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. പരീക്ഷ റദ്ദാക്കിയത്, പുനഃപരീക്ഷ നടത്തിയതും, 2 ഇൻ്റർവ്യൂ ഉണ്ടായിട്ടും 1 ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്തതും എല്ലാം ഗുരുവായൂരപ്പൻ്റെ കൃപ. അങ്ങനെ ഇപ്പോൾ നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാലോ. എന്താ കഥ. ബാക്കി അനുഭവം ഉണ്ട് കേട്ടോ. അത് കുറേ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പം എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം കേട്ടോ. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്, എന്ത് സുഖമായിരുന്നില്ലേ ആ അനുഭവം കേൾക്കാൻ. ഞാനും ഇങ്ങനെ കുറേ പിന്നോട്ട് പോയി. നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് എനിക്ക് കുറേ ഓർമ്മകളാണ് നെറ്റ് പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാനിവിടെ പറയുന്നില്ല. അത് ഓർമ്മകൾ തന്നെയായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് പറയാനാണ് ആഗ്രഹം. ഹരേ കൃഷ്ണ.